പ്രിയതമേ, എനിക്കെല്ലാം നീയാണ്. എൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാനാവില്ല. സ്നേഹം നദി പോലെയാണ്. ഇത്ര ഭാഗം വാത്സല്യം, ഇത്ര ഭാഗം പ്രണയം, ഇത്ര സൗന്ദര്യം എന്ന് വേർതിരിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ടാണ് സ്നേഹത്തിന് ഇത്ര ഭംഗിയെന്നും മാധവിക്കുട്ടി പറഞ്ഞത്. മനസ്സും ഉരസുന്നതാണ് പ്രണയം. അവിടെ ശരീരങ്ങളില്ല. നിന്നിൽ വീണലിയുന്നതാണ് എൻ്റെ നിത്യസ്വർഗം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുറവും കൂടി അവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം തകഞ്ഞിട്ടുണ്ട്. ഇതെവിടെ കിട്ടിയത്? അലക്കാനെടുത്ത ഷർട്ടിന്റെ പോക്കറ്റിന്ന്. അപ്പൊ അത് എന്താന്ന് നീ ചോദിച്ചില്ലേ? അതിനവിടെ ഇല്ല ക്ലീറ്റോ. അല്ല, അപ്പൊ അവന്റെ പോക്കറ്റിൽ നിന്നാ കിട്ടിയെങ്കിലും ഇപ്പൊ ഇതിപ്പോ അവൻ എഴുതിക്കൊള്ളുന്നില്ലല്ലോ. ഇതാവും എഴുതിയ അവന്റെ കയ്യക്ഷരല്ലേ? ആ, എവിടേക്കാ പോയതോ? അതിനിപ്പോ ഒരു നേരത്തെ വീട്ടിലിരിക്കൂലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ റോട്ടിലോട്ട് പോകും. പാതിരാത്രി ആകുമ്പോ കയറി വരും. നാളൊരു പെണ്ണ് വന്നടാ, ഒരു 2 മാസം മുമ്പ്. അപ്പൊ ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോഴത്തേനും വേഗം തന്നെ അവളെ വിളിച്ചിട്ട് ആ മാവിന്റെ ചോട്ടിലോട്ട് പോയി. അവിടെ നിന്ന് രണ്ടുപേരും കൂടി എന്തൊക്കെയോ രഹസ്യം പറഞ്ഞിട്ട് തിരിച്ചു പോയി. ആ പെണ്ണങ്ങ് പോയി. അവൾ എന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായി. ക്ലീറ്റോ ഉണ്ടായില്ല. അപ്പൊ ഞാൻ അവളോട് ചിന്താ കാര്യം എന്ന് വെച്ചപ്പോ അവൾ പറഞ്ഞു, അത് ക്ലീറ്റോ ചേട്ടനോട് പറയാനുള്ളതാ, ഞാൻ നേരിട്ട് പറഞ്ഞോളാന്നും പറഞ്ഞ. രാത്രി കിടന്നപ്പോ ഒരു കാണണില്ല ക്ലീറ്റോനെ. അപ്പൊ നോക്കുമ്പോ പുറത്തിറങ്ങിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു പാർട്ടിക്കാരൊക്കെ ആയിരിക്കുന്നു, പക്ഷെ അതൊന്നുമല്ല. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? നീ അന്ന് ക്ലീറ്റോനത്ത് വഴക്ക് പറയൂലേ? പിന്നെ വഴക്ക് പറയൂലേ? ഇത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമാണോ? എപ്പോഴാടാ ഫെറാനോയില് മേടിച്ച് മുഖത്തേറ്റിന് ഷാമ്പൂ ഇടണ്. ഇപ്പൊ കണ്ണാട്ടിന് മുമ്പ് ഇത് മാറൂല. എന്ത് ചെയ്യത്? ഇത് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ഭാഷ അവന് കിട്ടാൻ യാതൊരു വഴിയില്ലല്ലോ. അല്ല, അത് നോക്കണ്ട. ഈ പ്രേമം തലേ കയറി കഴിഞ്ഞാലേ ഇങ്ങനെ അങ്ങനത്തെ സാഹിത്യ ഭാഷകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ അമ്മാവക്കറിയാം? അതാണല്ലോ പൊതുവെ എല്ലാവരും ഈ പ്രേമലേഖനങ്ങളിലൊക്കെ അക്ഷരങ്ങൾ വരുന്ന അങ്ങനെയാണല്ലോ. നീ കരയണ്ട. ഇതെന്താ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള കണ്ടുപിടിക്കാൻ നോക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? കരയണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നമ്മുടെ ശങ്കരൻ നായരുടെ മകൻ അച്ചോൻകുട്ടി അറിയില്ലേ? അവനെ 3 മക്കളും ഭാര്യയുള്ളതാ. ഒരു 24 വയസ്സായ ഒരു പെണ്ണായിട്ട് പ്രയാസത്തിൽ കുടുങ്ങിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി കെട്ടിച്ചു വിട്ടില്ലേ? അപ്പൊ അവന് 2 ഭാര്യ. ഇവനെങ്ങനെ കയറൂരി വിട്ട അവന്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ 4 കെട്ടും. പൊന്നമ്മാവ, നിങ്ങൾ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഈ അനവസരത്തിൽ ഈ ജാതി കാര്യങ്ങൾ പറയണത് എന്ത് കാര്യത്തിനാണ്? എടാ, കാര്യത്തിന്റെ ഗൗരവം നീ മനസ്സിലാക്കാനാ ഞാൻ ഈ പറയുന്നത്. അതെ, ഇല്ല, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാം. നീ കരയണ്ട. കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് നീ തന്നെയാണ് വെച്ച് വലുതാക്കിയത്. ഇത് അന്ന് കണ്ട സമയത്ത് നിനക്ക് അങ്ങനെ ഒരു സംശയം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അപ്പൊ ചോദിക്കണ്ടേ? പക്ഷെ ഇപ്പൊ ഏതായിരിക്കും ഈ പെണ്ണ് എന്നപ്പോ ഞാൻ ആലോചിക്കും. പെണ്ണ് ഏതായി എന്താന്ന്? ഏത് കൊണ്ടായാലും എന്താ കുഴപ്പം? എടാ, ആ കുട്ടി ഇതുപോലെ കുടുങ്ങില്ലേ? അവളോട് നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോയില്ലേ? ഞാൻ അതല്ലാതെ ഏതെങ്കിലും ഇപ്പൊ ഒരാൾക്കൊരു ഉള്ളിൽ എന്തെങ്കിലും സ്നേഹം അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവുമ്പോ അസ്വാഭാവികത തോന്നുമ്പോ അത് കൃത്യമായിട്ട് പിടിക്കണ്ടേ? എടാ, ഞാൻ ചോദിച്ച എന്തെങ്കിലും കാര്യം സത്യം പറയോ? നോണ് എല്ലാതെ വായെടുത്താ പറയില്ലേ? ഒക്കെ നിന്റെ കുഴപ്പമാണ്. നീ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ടല്ലേ? ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. നീ എവിടേക്ക് പോകും? ജീവിക്കാൻ പറ്റൂല. എന്തിനാ നീ ഇറങ്ങി പോണ്? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ ചോദിക്കാൻ? അവങ്ങോട്ട് വരട്ടെ. നീ എവിടെ പോവാനാടി? എവിടേക്കാ നീ പോണത്? അതെ, ഈ മാതിരി വേഷം കെട്ടി എടുത്തിട്ടാവും ഇവിടെ കഴിയാന്ന് വിചാരിക്കണ്ട. ആ പടി ഇങ്ങോട്ട് കിടക്കില്ല കേട്ടാ. അതിനുള്ള വഴി ഞാൻ ഉണ്ടായിക്കോളാം. അമ്മാവ, ഇതെന്തായാലും കണ്ടുപിടിക്കണം. അതിൽ ഒരു തർക്കമില്ല. അവൻ അങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ലല്ലോ. പെണ്ണ് ഏതായിരിക്കും ഇപ്പൊ കണ്ടുപിടിച്ചാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായി. നിനക്ക് ആളെ അറിയാമോ? കണ്ടറിയാൻ പറ്റും. ഈ അതന്നെ ആണോ ആർക്കറിയാം? അപ്പൊ പെങ്ങടെ പോയിന്ന് വല്ലതും പറഞ്ഞാ? നിങ്ങോട്ട് വരട്ടടാ. തീരുമാനിക്കാണ്ട് ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അവനെ കുറിച്ച് പല പരാതികളും കേട്ടിട്ടുണ്ടെങ്കിലും പെണ്ണ് വിഷയത്തിൽ അവൻ വരപ്പെട്ടില്ലടാ. മനുഷ്യന്റെ കാര്യമല്ലേ അമ്മാവ, എപ്പോഴാണ് ഇതൊക്കെ തോന്നണേന്ന് പറയാനൊക്കോ? എന്നാലും അവൻ അങ്ങനെ ചെയ്യുമോന്നാണ് ഇപ്പൊ എന്റെ സംശയം. എന്താടാ പെണ്ണ് നീ തമ്മില്? അമ്മാവ, ചൊറിയുടെ സംസാരം വേണ്ട. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എന്നെ കാണാൻ പലരും വരും. അത് നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ?
എടാ പൊതുപ്രവർത്തകനായ ഈ പെണ്ണുങ്ങളോട് മാത്രം സംസാരിക്കാൻ പാടൂ. ഞാൻ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വരല്ലേ അമ്മാവ. ക്ലീറ്റസേ നിനക്കൊരു ഭാവി ഉള്ളതാണ്, നീ ഈ കളി കളിച്ചത് ഇല്ലാതെയാക്കരുതട്ടാ. അയ്യോ എനിക്കൊരു ഭാവിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. നീ പോസ്റ്റിൽ കാരണം നിന്റെ ഭാവി ഉണ്ടല്ലോ, അത് കളയാതെ നോക്ക്. എടാ ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ കാര്യമായിട്ടാ പറയണേ. എന്താ നിന്റെ ഉദ്ദേശം? അമ്മാവ സീരിയസ് ആയിട്ട് പറയണ്. ഇതിപ്പോ എന്നെ കാണാൻ ആൾക്കാർ പറഞ്ഞതിന്റെ അസൂയല്ലേ നിങ്ങൾക്ക്? എടാ ചോറി കുത്തി ഒരു പണിയില്ലാതെ കുറെ എണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. നമ്മുടെ പാർട്ടിയിൽ വാ, എന്തെങ്കിലും പണി കിട്ടും. ഡാ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അറിയാത്ത ഉള്ള ചൊറിയും പറഞ്ഞോളൂ. എടാ, അങ്ങനെ വിട്ടാ പറ്റില്ല. അത് നമുക്ക് ഏത് കനകനോട് പോയി പറഞ്ഞു കൊടുക്കാം. വാ വാ.